നമസ്കാരം. ഡെയിലി ന്യൂസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ വജ്രായുധമായത് ബ്രഹ്മോസിലൂടെ പാകിസ്ഥാനിൽ അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാന് ധനസഹായം കൈമാറുന്ന കാര്യം IMF പുനഃപരിശോധിക്കണമെന്നും ഇന്ത്യ. ഉന്നതതല ചർച്ചയ്ക്ക് തയ്യാറെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം തള്ളി ഇന്ത്യ. 48 മണിക്കൂറിനിടെ കാശ്മീരിൽ 6 ഭീകരരെ വധിച്ചെന്ന് സൈന്യം. ആഗോള പിന്തുണ തേടി സർവകക്ഷി പ്രതിനിധി സംഘത്തെ അയക്കാൻ ഇന്ത്യ. ഒരു സംഘത്തെ ശശി തരൂർ നയിക്കും. $200 ബില്യൺ വ്യാപാര ധാരണയിൽ ഒപ്പുവെച്ച് US-ഉം UAE-യും. ബോയിങ്ങും എത്തിഹാദും തമ്മിലുള്ള കരാർ $14.5 ബില്യൺ. UAE സന്ദർശനം പൂർത്തിയാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടങ്ങി. തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻമന്ത്രി G. സുധാകരനെതിരെ കേസെടുത്ത് ആലപ്പുഴ സൗത്ത് പോലീസ്. കേസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ജനപ്രാതിനിധ്യ നിയമത്തിലെ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസ്. G. സുധാകരൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നുവെന്ന് MV ഗോവിന്ദൻ. CPM അട്ടിമറി നടത്തിയിട്ടില്ലെന്നും ഗോവിന്ദൻ. മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയെ മയക്കുവെടിവയ്ക്കുവാനുള്ള ദൗത്യം തുടർന്ന വനം വകുപ്പ്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരച്ചിൽ. മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാനകളും ദൗത്യത്തിൽ. കടുവയുടെ സാന്നിധ്യം പലതവണ വനം വകുപ്പിനെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ. സ്പോൺസർമാർ കരാർ തുക അടച്ചില്ല. ലയണൽ മെസ്സിയും അർജന്റീന ടീമും ഈ വർഷം കേരളത്തിലേക്കില്ല. പൊളിഞ്ഞത് മെസ്സി ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കുമെന്ന കായികമന്ത്രി അബ്ദുറഹിമാന്റെ പ്രഖ്യാപനം. നിയമ നടപടി സ്വീകരിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈസൻസ് റദ്ദാക്കി ഫുട്ബോൾ ഫെഡറേഷൻ. നടപടി കലൂർ സ്റ്റേഡിയത്തിന് മതിയായ സുരക്ഷയില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഓപ്പറേഷൻ സിന്ദൂറിൽ വജ്രായുധമായത് ബ്രഹ്മോസ് എന്ന പ്രതിരോധ മന്ത്രിയുടെ സ്ഥിരീകരണം. ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർക്കാൻ പ്രധാനമായും ഉപയോഗിച്ചത് ഇന്ത്യൻ ആയുധങ്ങളെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭുജ് വ്യോമതാവളത്തിലെത്തി സൈന്യത്തെ അഭിനന്ദിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി. ब्रह्मोस मिसाइल की ताकत को तो पाकिस्तान ने खुद स्वीकार कर लिया है. हमारे देश में कहावत काफी पुरानी है और वह है दिन में तारे दिखना. ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി തദ്ദേശീയ ആയുധങ്ങളുടെ കരുത്ത് ലോകം അറിഞ്ഞുവെന്നും വ്യക്തമാക്കി. വെറും 23 മിനിറ്റ് കൊണ്ടാണ് പാകിസ്ഥാനെ നിലംപരിശാക്കിയതെന്നും പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു. भारतीय वायुसेना के लिए सिर्फ 23 मिनट यह काफी थे पाकिस्तान की सरजमी पर पल रहे आतंक के अजगर को कुचलने के लिए. പാകിസ്ഥാനെ നല്ല നടപ്പിന് വിട്ടിരിക്കുകയാണെന്നും ഇതുവരെ കണ്ടത് ട്രെയിലർ മാത്രമാണെന്നും മുഴുവൻ ചിത്രം പിന്നാലെ വരുമെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. ऑपरेशन सिंदूर अभी खत्म नहीं हुआ है. जो कुछ भी हुआ है वह सिर्फ एक ट्रेलर मात्र था. अब जब भी सही समय आएगा तो हम पूरी पिक्चर भी दुनिया को दिखाएंगे. പാകിസ്ഥാന് ലഭിക്കുന്ന പണം മുഴുവനും ഭീകരപ്രവർത്തനങ്ങളുടെ പ്രോത്സാഹനത്തിനായി വിനിയോഗിക്കുന്നതിനാൽ പാകിസ്ഥാന് ധനസഹായം കൈമാറുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയോട് പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടു. 1965-ലും 1971-ലും പാകിസ്ഥാനെതിരെ നേടിയ വിജയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭുജിന് ഇത്തവണത്തെ വിജയത്തിലും പങ്കുചേരാനായതായും ഭുജ് സന്ദർശിക്കാനായതിൽ താനേറെ അഭിമാനിക്കുന്നുവെന്നും പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു. സൈന്യത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത TV. അതിർത്തിയിൽ 48 മണിക്കൂറിനിടെ നടന്ന 2 സൈനിക നടപടിയിൽ 6 പാക് ഭീകരവാദികളെ വധിച്ചതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ ഓപ്പറേഷൻ ത്രാൽ വിജയകരമെന്ന് സുരക്ഷാ സേന അറിയിച്ചു. 3 സേനകളും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സൈനിക നടപടികളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. കശ്മീർ താഴ്വരയിൽ ഭീകരപ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് എല്ലാ സുരക്ഷാ സേനകളും അവരുടെ തന്ത്രങ്ങൾ അവലോകനം ചെയ്തത്. തുടർന്ന് ഓപ്പറേഷനുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനമായി. കെല്ലർ, ഷോപ്പിയാർ, ത്രാൽ മേഖലകളിൽ നടന്ന ഏറ്റുമുട്ടലിൽ 6 ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് സൈന്യം അറിയിച്ചു. സൈന്യവും CRPF-ഉം ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരെ വധിച്ചത്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ സേനകൾ നടത്തിയ ഓപ്പറേഷൻ വിജയകരമായിരുന്നുവെന്നും കാശ്മീർ താഴ്വരയിലെ ഭീകരരെ ഇല്ലാതാക്കാൻ സേനകൾ പ്രതിജ്ഞാബദ്ധരാണെന്നും കാശ്മീർ പോലീസ് IG VK ബിർഡി പറഞ്ഞു. കൊല്ലപ്പെട്ട 6 ഭീകരരിൽ ഒരാളായ ഷാഹിദ് കുട്ടെ ജർമ്മൻ വിനോദസഞ്ചാരികൾക്കെതിരെ ആക്രമണം നടത്തിയ സംഭവത്തിലും ഉൾപ്പെട്ടയാളാണ്. ഭീകരവാദത്തിന് ഫണ്ട് ലഭ്യമാക്കുന്ന പ്രവർത്തനത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് മേജർ ജനറൽ ധനഞ്ജയ് ജോഷി മാധ്യമങ്ങളോട് പറഞ്ഞു.
दो मेजर टेररिस्ट अटैक में, जिसमें कि हीरपुरा गांव के एक सरपंच को मारा गया था और एक रिजॉर्ट के ऊपर एक जर्मन टूरिस्ट को ऊपर अटैक हुआ था। इन दोनों में इन्वॉल्व था। बाकी फंड रेजिंग और बाकी एक्टिविटीज़ में इसका बड़ा हाथ था। മെയ് 14-ന് കെല്ലാറിലാണ് ആദ്യ ഓപ്പറേഷൻ നടന്നത്. ഭീകരർക്ക് വേണ്ടി നടത്തിയ വ്യാപകമായ തെരച്ചിലിനൊടുവിൽ 3 ഭീകരരെ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം മെയ് 15-ന് ത്രാലിലും സമാനമായ രീതിയിലുള്ള ഓപ്പറേഷൻ നടന്നു. ഇതിലും 3 ഭീകരരെ സൈന്യം വധിച്ചു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ജമ്മുകാശ്മീരിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് സൈന്യം. ഭീകരർക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും സൈന്യം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വെടിനിർത്തലിന് പിന്നാലെ ഇന്ത്യയുമായി ഉന്നതതല ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ. മോദിയുമായി ചർച്ച നടത്താമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തൊടുത്തത് 15 ബ്രഹ്മോസ് മിസൈലുകളെന്ന റിപ്പോർട്ട്. സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കാത്ത അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ നന്ദി അറിയിച്ചു. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ഇന്ത്യ കടുത്ത നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയതോടെയാണ് വീണ്ടും ചർച്ചയ്ക്ക് പാകിസ്ഥാൻ മുൻകൈയെടുക്കുന്നത്. ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചപ്പോൾ 2 കാര്യങ്ങളിൽ മാത്രമേ ഇനി പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂവെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു. പാക് അധീന കശ്മീർ പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങളിൽ മാത്രമാണ് ഇനി ചർച്ച എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും DGMO തല ചർച്ച ഞായറാഴ്ച നടന്നേക്കുമെന്ന് സൂചനയുണ്ട്. അതേസമയം ഭീകരാക്രമണത്തെ അപലപിച്ച താലിബാന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നന്ദി അറിയിച്ചു. അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്കുമിടയിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ചിലരുടെ നീക്കം പരാജയപ്പെട്ടെന്ന് ടെലിഫോൺ സംഭാഷണത്തിനിടെ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയോട് എസ് ജയശങ്കർ പറഞ്ഞു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനുമിടയിൽ ഭിന്നത രൂക്ഷമാകുന്നതിനിടയിലാണ് ഇന്ത്യയുടെ നീക്കം. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ തൊടുത്തത് 15 ബ്രഹ്മോസ് മിസൈലുകളെന്നാണ് റിപ്പോർട്ടുകൾ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിന്റെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാനിലെ 11 വ്യോമത്താവളങ്ങളിലും കനത്ത നാശം വിതച്ചത് ബ്രഹ്മോസിന്റെ ആക്രമണത്തിലൂടെയെന്നാണ് സൂചന. കൂടാതെ ഇന്ത്യയിലേക്കുള്ള തുർക്കിയുടെ പുതിയ അംബാസഡറെ അംഗീകരിക്കുന്ന ചടങ്ങ് ഇന്ത്യ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചു. രാഷ്ട്രപതി ഭവനിലെ സമയക്രമങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെങ്കിലും പഹൽഗാം ഭീകരാക്രമണത്തിലും തുടർന്ന് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ നടപടിയിലും ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത തുർക്കിയോടുള്ള പ്രതിഷേധ സൂചകമായ നടപടിയെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് അമൃത TV. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗം 3/4 മണിക്കൂറോളം നീണ്ടുനിന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ഇന്ത്യ തുർക്കി ഭിന്നത നിയമയുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന് സൂചന. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാർഗോ സേവന ദാതാക്കളായ തുർക്കി കമ്പനി സെലബിയുടെ സുരക്ഷാ ക്ലിയറൻസ് കഴിഞ്ഞ ദിവസം വ്യോമയാന മന്ത്രാലയം റദ്ദാക്കിയിരുന്നു. ലൈസൻസ് കരാറുകൾ ഉൾപ്പെടെ റദ്ദാക്കുവാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ സെലബി കോടതിയെ സമീപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ദേശീയ സുരക്ഷ മുൻനിർത്തി പ്രധാന വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങളിൽ നിന്നും സെലബിയെ വിലക്കുകയായിരുന്നു. തുർക്കി സർവകലാശാലകളുമായുള്ള കരാറുകൾ നേരത്തെ JNU, ജാമിയ മിലിയ സർവകലാശാലകൾ റദ്ദാക്കിയിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി ആശങ്കയിലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം. BJPയുടേത് ശക്തമായ സംഘടനാ സംവിധാനമാണെന്നും ചിദംബരം പറഞ്ഞു. ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുമോ എന്ന് ഉറപ്പില്ല. നിലനിൽപ്പിൽ വലിയ ഭീഷണിയാണ് നേരിടുന്നത്. ശ്രമിച്ചാൽ ശക്തമായി മുന്നോട്ട് പോകാനാകുമെന്നും ചിദംബരം പറഞ്ഞു. BJPയെ പോലെ ശക്തവും സംഘടിതവുമായ ഒരു പാർട്ടി വേറെയില്ല. സംഘടനാ രംഗത്ത് എല്ലാ തലങ്ങളിലും BJP സുശക്തമാണെന്നും ചിദംബരം കൂട്ടിച്ചേർത്തു. In every department, it's formidable. It's not another political party. It's a machine behind which it's a machine, and the two machines control all the machinery of India. From the Election Commission of India to the lowest police station in India, they are able to control and or sometimes capture these institutions. It's a UAE സന്ദർശനം പൂർത്തിയാക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മടങ്ങി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ട്രംപിനെ യാത്രയാക്കി. സന്ദർശനത്തിന്റെ ഭാഗമായി $200 ബില്യൺ വ്യാപാര ധാരണകളാണ് USഉം UAEയും തമ്മിൽ ഒപ്പുവെച്ചത്. 4 ദിവസം നീണ്ടുനിന്ന ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAEയിലെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അബുദാബിയിലെത്തിയ US പ്രസിഡന്റിന് ഊഷ്മളമായ സ്വീകരണമാണ് UAE ഒരുക്കിയത്.
ട്രംപിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി $200 ബില്യൺ വ്യാപാര ധാരണകളാണ് US-ഉം UAE-യുമായി ഉണ്ടാക്കിയത്. ഇതിൽ അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങും അബുദാബിയുടെ ഇത്തിഹാദും തമ്മിലുള്ള $14.5 ബില്യൺ ഇടപാടും ഉൾപ്പെടുന്നു. അമേരിക്കയിൽ നിന്നും 5 ലക്ഷം നിർമ്മിത ബുദ്ധി ചിപ്പുകൾ UAE-ക്ക് നൽകാനും ധാരണയായിട്ടുണ്ട്. US സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന നിർമ്മിത ബുദ്ധി ക്യാമ്പസിന്റെ ആദ്യഘട്ടത്തിനും ഇരു രാഷ്ട്ര നേതാക്കളുടെയും സാന്നിധ്യത്തിൽ തുടക്കമായി. നേരത്തെ അബുദാബി ഖസർ അൽ വതൻ കൊട്ടാരത്തിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് സമ്മാനിച്ച് പ്രസിഡന്റ് ട്രംപിനെ ആദരിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി UAE-യിലെത്തിയ US പ്രസിഡന്റ് ഉച്ചയ്ക്ക് ശേഷം വാഷിംഗ്ടണിലേക്ക് മടങ്ങി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തിയാണ് ട്രംപിനെ യാത്രയാക്കിയത്. അമൃത ന്യൂസ്, അബുദാബി. ചർച്ച നടത്താതെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന കെ സുധാകരന്റെ വിമർശനം തള്ളി കോൺഗ്രസ് ഹൈക്കമാൻഡ്. 2 തവണ കെ സുധാകരനുമായി സംസാരിച്ചിരുന്നുവെന്നും അനാരോഗ്യത്തെ തുടർന്ന് അധ്യക്ഷനെ മാറ്റണമെന്ന സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് ദീപാദാസ് മുൻഷി റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സുധാകരന്റെ വിമർശനം അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയ കെ സുധാകരന്റെ നിലപാടിൽ കടുത്ത അതൃപ്തിയിലാണ് ഹൈക്കമാൻഡ്. KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കളെയാണ് കെ സുധാകരൻ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. നേതൃമാറ്റം തന്നോട് ഒരിക്കൽ പോലും ചർച്ച ചെയ്തില്ല എന്നും തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരാൻ അനുവദിച്ചില്ല എന്നുമാണ് സുധാകരന്റെ പ്രധാന വിമർശനം. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ഹൈക്കമാൻഡ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം 2 തവണ കെ സുധാകരനുമായി ചർച്ച ചെയ്തിരുന്നതായി നേതൃത്വം പറയുന്നു. അനാരോഗ്യത്തെ തുടർന്ന് കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം സംസ്ഥാന ഘടകവുമായി ആലോചിച്ച ശേഷമാണ് കേരളത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷി AICCക്ക് റിപ്പോർട്ട് നൽകിയതെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. പലവട്ടം ചർച്ചകൾ നടത്തി ആലോചിച്ചെടുത്ത തീരുമാനമെന്നിരിക്കെ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയുള്ള കെ സുധാകരന്റെ വിമർശനങ്ങളോടും ആരോപണങ്ങളോടും നേതാക്കൾ അതൃപ്തിയിലാണ്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന നിലപാടിലാണ് നേതൃത്വം. തൽക്കാലം വിമർശനങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് നേതാക്കളുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പോസ്റ്റൽ ബാലറ്റ് വോട്ടുകൾ തിരുത്തിയെന്ന തുറന്നു പറച്ചിലിൽ മുൻമന്ത്രി G. സുധാകരനെതിരെ കേസ്. ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തത്. കേസെടുക്കാമെന്ന് നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. ജനപ്രാതിനിധ്യ നിയമത്തിലെ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. 36 വർഷം മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച KV ദേവദാസിനായി പോസ്റ്റൽ വോട്ടുകളിൽ കൃത്രിമം കാട്ടിയെന്നാണ് കഴിഞ്ഞ ദിവസം G. സുധാകരൻ വെളിപ്പെടുത്തിയത്. പോസ്റ്റൽ തുറന്നു നോക്കിയെന്നും തിരുത്തിയെന്നുമായിരുന്നു സുധാകരന്റെ വിവാദ പ്രസംഗം. വെളിപ്പെടുത്തലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ലെന്നും G. സുധാകരൻ പറഞ്ഞിരുന്നു. പരാമർശത്തിൽ ഇന്നലെ പുന്നപ്രയിലെ സുധാകരന്റെ വസതിയിലെത്തി അമ്പലപ്പുഴ തഹസിൽദാർ മൊഴിയെടുത്തിരുന്നു. സംഭവം വിവാദമായതോടെ G. സുധാകരൻ പരാമർശത്തിൽ മലക്കമറിയുകയും ചെയ്തു. വോട്ട് മാറ്റിക്കുത്തുന്നവർക്ക് താൻ ചെറിയൊരു ജാഗ്രത നൽകിയതാണെന്നും അല്പം ഭാവന കലർത്തിയാണ് താൻ സംസാരിച്ചതെന്നുമായിരുന്നു G. സുധാകരൻ CPI സമ്മേളന വേദിയിൽ പ്രസംഗിച്ചത്. ഒരു തവണ പോലും ബാലറ്റ് തുറന്നു നോക്കുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ല എന്നും ഒരു തവണ പോലും കള്ളവോട്ട് ചെയ്യുകയോ പണം കൊടുക്കുകയോ ഉണ്ടായിട്ടില്ല എന്നുമായിരുന്നു സുധാകരന്റെ തിരുത്തൽ. ഇതിനിടെ വിവാദ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്താൻ കലക്ടർ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൗത്ത് പോലീസ് സുധാകരനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 36 വർഷം പഴക്കമുള്ള കേസായതിനാൽ രേഖകൾ ലഭിക്കാത്തത് കേസിൽ പ്രതിസന്ധി സൃഷ്ടിക്കും. അതിനാൽ തന്നെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് നിയമോപദേശം തേടിയ ശേഷമായിരുന്നു പോലീസ് നടപടി. സുധാകരന്റെ മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്രയും വേഗം കടക്കാനാകും ഇനി പോലീസ് നീക്കം. അമൃത ന്യൂസ്, ആലപ്പുഴ. അതേസമയം G. സുധാകരന്റെ വിവാദ പ്രസ്താവന തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സുധാകരനെ പോലെയുള്ളവർ പ്രസ്താവന നടത്തുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. ആദ്യം പറഞ്ഞ പ്രസ്താവന G. സുധാകരൻ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കും CPM ഒരു കാലത്തും ഇല്ല എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം അദ്ദേഹം തന്നെ തിരുത്തി നിഷേധിച്ച് രണ്ടാമത്തെ കാര്യവും കൊടുത്തതോടുകൂടി യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് ഇല്ല, രണ്ടാമത് പറഞ്ഞത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതാണ് അവശേഷിക്കുന്നത്. അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നല്ലാണ്ട് വേറെ എന്താ നമുക്ക് പറയാനുള്ളത്? അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ല, അങ്ങനെ ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ CPIM ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല, ഒരിക്കലും നിലപാട് സ്വീകരിച്ചിട്ടുമില്ല. മലപ്പുറം കാളികാവിലെ നരഭോജിയെ കണ്ടെത്താനായില്ല. രാത്രി സ്ഥാപിച്ച ക്യാമറകളിലും കടുവയുടെ സാന്നിധ്യമില്ല. കൂടുവച്ചും മയക്കുവെടി വെച്ചും കടുവയെ പിടികൂടുവാനുള്ള ദൗത്യം തുടരുമെന്ന് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉമാ ത്യാഗസുന്ദരം പറഞ്ഞു. 2 കുങ്കിയാനകൾ ദൗത്യത്തിനായി കാളികാവിലെത്തിയിട്ടുണ്ട്. 2 ഇടങ്ങളിലായി കടുവയെ പിടികൂടുവാനുള്ള കൂടും സ്ഥാപിച്ചിട്ടുണ്ട്.
രാവിലെയാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കൊലപ്പെടുത്തിയത്. തുടർന്ന് കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യത്തിന് സർക്കാർ നിർദ്ദേശം നൽകി. 50 പേരടങ്ങുന്ന RRT സംഘമാണ് കാളികാവ് പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത്. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ. അതേസമയം ഭൂപ്രകൃതി വെല്ലുവിളി നിറഞ്ഞതാണ്. നിലവിൽ സ്ഥാപിച്ച ക്യാമറകളിലൊന്നിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധന കൂടി ആരംഭിക്കുന്നതോടെ വേഗത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്നാണ് RRT സംഘത്തിന്റെ പ്രതീക്ഷ. 20 പേരെ വെച്ചിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന് തെരച്ചിലിന് വേണ്ടിയിട്ട് കോമ്പിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. 3 വെറ്റിനറിയൻസ് ഡോക്ടർ അരുൺ സഹാരിയ, അജീഷ് ആൻഡ് ശ്യാം, അവർ 3 പേരെ വെച്ചിട്ട് 3 വെറ്റിനറി ടീം വച്ചിട്ടുണ്ട്. അവരും തെരച്ചിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വയനാട്ടിൽ നിന്ന് ഡ്രോൺ സ്ക്വാഡ് വരുന്നുണ്ട്, 2 ഡ്രോൺസ് വരുന്നുണ്ട്. ഒരു കുംകി ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, ഇന്നൊരു കുംകി ഓൺ ദ വേ ഫ്രം വയനാട്. വളരെ സമഗ്രമായ ദൗത്യമാണ് കാളികാവിൽ നടക്കുന്നതെന്ന് ദൗത്യസംഘത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. ടൈഗർ എപ്പോഴും നമ്മളൊരു ഒരു 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 ഹൈലി ഡേഞ്ചറസ് ആനിമലാണ്. അപ്പോൾ ഒരു വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് നമ്മൾ ഡാറ്റ് ചെയ്യുക. അപ്പോൾ അത് എപ്പോൾ വേണം അറ്റാക്ക് ഉണ്ടാകും. ആനയെ നമുക്കൊരു ഷീൽഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. 2 ഈ ആനകൾക്ക് ട്രാക്ക് ചെയ്യാനുള്ള ടൈഗർ ട്രാക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അടഞ്ഞ കാടാണ്, നമുക്ക് എലഫന്റ് ബാക്ക് മുകളിൽ കയറി നിന്ന് ഡാറ്റ് ചെയ്യാം. ഇന്ന് 2 കൂടുകൾ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ചു. കുങ്കിയാനകളായ കുഞ്ചുവും കോന്നി സുരേന്ദ്രനും ദൗത്യത്തിനായി എത്തിയിട്ടുണ്ട്. കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആനകൾ കാട് കയറുകയുള്ളൂ. അതിനിടെ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. കഴുത്തിൽ ആഴത്തിലുള്ള കടിയേറ്റുവെന്നും പൃഷ്ഠഭാഗത്ത് നിന്ന് മാംസം കടിച്ചെടുത്തുവെന്നും റിപ്പോർട്ട് പറയുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. കടുവാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതോടെ ഭീതിയിൽ കഴിയുകയാണ് മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ട് നിവാസികൾ. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം പല തവണ വനം വകുപ്പിനെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും എടുത്തില്ല എന്നാണ് ഇവരുടെ ആക്ഷേപം. ആട്, നായ തുടങ്ങി വളർത്തുമൃഗങ്ങളെ പലതവണ കടുവ പിടിച്ചിട്ടുണ്ട്. അന്നെല്ലാം വനംവകുപ്പിൽ അക്കാര്യം അറിയിച്ചു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായൊരു ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. എൻ്റെ സുഹൃത്ത് ഈ അടുത്തൊരു 3:30 കണ്ടിരുന്നു. അതേപോലെ ഒരു ദിവസം വെളുപ്പിനെ 7 മണിയൊക്കെ ആയപ്പോൾ ഒന്നും കണ്ടതാണ്. അന്ന് ഇവരോടൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ പറയും ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അങ്ങനെ കൂടും വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വരും, ഇടയ്ക്ക് പടക്കം പൊട്ടിക്കും, പോവും, അത്രേ ഉള്ളൂ. കടുവയാണ് ഇവിടെ. ഇപ്പോൾ പന്നിയില്ല. ഇപ്പം ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് റബ്ബറും വാഴ ഒക്കെ ഉണ്ട്. അവിടെ ഞാൻ ചേമ്പിട്ടിട്ടുണ്ട്, ചേനയൊക്കെ നട്ടിട്ടുണ്ട്. ഇതുവരെ കുറച്ച് നാളായിട്ട് പന്നിയില്ല. അപ്പോൾ ഏകദേശം പന്നിയെ ഇവർ പിടിച്ച് തീർന്നു കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യനായിട്ട് നേരെ വന്നേക്കുന്നത്. ആട് വളർത്തലും പശു വളർത്തലുമാണ് പ്രദേശവാസികളിൽ പലരുടെയും ഉപജീവന മാർഗം. പ്രദേശത്ത് കടുവ ഇറങ്ങിയതോടെ അതും വഴിമുട്ടി. 3 ആടുകളെ അങ്ങനെ വിട്ടയച്ചപ്പോൾ 3 ആടുകളെ കാണാനില്ല. അപ്പം ഞങ്ങൾ തിരഞ്ഞു ചെന്നപ്പോൾ ഒന്നവിടെ ചത്തു കിടക്കുന്നുണ്ട്, 2 കൊണ്ടുപോയി. പിന്നെ ഞങ്ങളെ തിരഞ്ഞു പോയപ്പോൾ അതിൻ്റെ തലയും കാലും ഒക്കെ കണ്ടവിടെ. അങ്ങനെ 3 എണ്ണം പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ പട്ടിനെയും കൊണ്ടുപോയി അപ്പുറത്തെ മുറ്റത്തുനിന്ന്. അന്ന് ചാറ്റമഴ, ചോരാത്ത മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല, ഒച്ചയൊന്നും കേട്ടില്ല. പിന്നെ അപ്പുറത്തെ മുകളിലത്തെ താത്ത പറഞ്ഞ് 2 മണിയൊക്കെ ആയപ്പോൾ ഒച്ച കേട്ടു വന്നു. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞത് പട്ടി പിന്നെ എവിടെയും പോകാത്തൊരു പട്ടിയാണത്. സമീപവാസികളിൽ പലരും കടുവയെ പലതവണ നേരിൽ കണ്ടിട്ടുണ്ട്. 10 ദിവസം മുന്നേ ഞാൻ എൻ്റെ ഭാര്യ അവിടെ മൂച്ചികളുണ്ട്, മാങ്ങ ഇപ്പോഴും ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും. അപ്പോൾ അതിൽ മാങ്ങ പെറുക്കി വന്നപ്പോൾ വൈകുന്നേരം 6 മണി ആയപ്പോഴത്തേന് സാധനത്തിന് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു. എപ്പോൾ വരുമ്പോഴും കണ്ടാലും ഞങ്ങൾ പറയും ഇന്നോടത്ത് സാധനമുണ്ട്, കടുവുണ്ട്, വലിയ സാധനം, ഇതിൻ്റെ ഇത്ര ഉയരണ്ട് സാധനം. ഞങ്ങൾ നേരിട്ട് ഇതേമാതിരി കണ്ട ആൾക്കാരാണ്. നമ്മളിതിൽ ഈ പറമ്പ് കൂടെ ഒക്കെ നടന്ന് വേര് പറിച്ചങ്ങാണ്ട് വൈദ്യശാലയ്ക്ക്, കോട്ടക്കല ആര്യ വൈദ്യശാലക്ക്, തൃശ്ശൂർക്ക്, കോയമ്പത്തൂർക്ക് കയറ്റിപ്പോണം. ഇത്രകാലം മൃഗങ്ങളെ പിടികൂടിയിരുന്ന കടുവ ഇപ്പോൾ മനുഷ്യനെ കൂടി ഭക്ഷിക്കാൻ തുടങ്ങിയതോടെ വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ. വന്യജീവി ശല്യം കാരണം ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ. ഇവർക്ക് വേണ്ടത് ഇതിനൊരു ശാശ്വത പരിഹാരമാണ്. ക്യാമറാമാൻ അമജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, മലപ്പുറം. കുവൈറ്റിൽ
വിദേശികളുടെ വിസ സ്റ്റാമ്പിംഗ് നടപടികൾക്ക് മുന്നോടിയായി നടത്തുന്ന HIV പരിശോധന ഫലം കൃത്യമല്ല എങ്കിൽ 2 അധിക പരിശോധനകൾ കൂടി നടത്തണമെന്ന് നിർദ്ദേശം. ഈ പരിശോധനയിലും അയോഗ്യരാകുന്ന അപേക്ഷകരെ കുവൈറ്റിലേക്ക് ആജീവനാന്ത പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കും. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ ആവാദിയാണ് ഇത് സംബന്ധിച്ച പുതിയ ഉത്തരവ് ഇറക്കിയത്. നിലവിൽ പ്രവാസികളുടെ വിസ സ്റ്റാമ്പിംഗ് നടപടികൾക്ക് മുന്നോടിയായി നടത്തുന്ന വൈദ്യപരിശോധനയിൽ PCR ടെസ്റ്റ് വഴിയാണ് എയ്ഡ്സ് രോഗനിർണയം നടത്തുന്നത്. എന്നാൽ രോഗം സംശയിക്കപ്പെടുന്ന അപേക്ഷകരെ 2 വീതം അധിക ആൻറ്റിബോഡി പരിശോധനകൾക്കും PCR പരിശോധനകൾക്കും വിധേയമാക്കണമെന്നും പുതിയ ഉത്തരവിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഹെപ്പറ്റൈറ്റിസ് C പരിശോധനയിൽ ഫലം വ്യക്തമല്ലാത്ത കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനും പുതിയ തീരുമാനം ബാധകമായിരിക്കും. കുവൈറ്റിൻ്റെ ദേശീയ വിമാന കമ്പനിയായ കുവൈറ്റ് എയർവേസിന് ആദ്യത്തെ A321 നിയോ വിമാനം കൈമാറിയ എയർബസ് ഓർഡർ ചെയ്ത 9 നിയോ വിമാനങ്ങളിൽ ആദ്യത്തേതാണ് ഇത്. ഈ വിമാനത്തിൽ 2 ക്ലാസ്സുകളിലായി 166 സീറ്റുള്ള വിശാലമായ ക്യാബിനറ്റാണുള്ളത്. അതിൽ 16 ഫുൾ ഫ്ലാറ്റ് ബിസിനസ് ക്ലാസ് സീറ്റുകളും 150 ഇക്കോണമി ക്ലാസ് സീറ്റുകളും ഉൾപ്പെടുന്നു. ആധുനിക സംവിധാനങ്ങളാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. നിലവിലുള്ള A320 നിയോ, A330 നിയോ വിമാന വ്യൂഹത്തിന് പുറമെ A321 നിയോ കൂടി ചേർന്നതോടെ കുവൈറ്റ് എയർവേസിന് കൂടുതൽ പ്രവർത്തനക്ഷമതയും ലഭിക്കും. കുവൈറ്റിലെ നിലവിലെ പ്രമേഹബാധ വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ട്. 20% പ്രമേഹബാധ ഉയർന്നതെന്ന് കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻറ്റിഫിക് റിസർച്ചിലെ ഗവേഷകനായ ഡോക്ടർ അബ്ദുള്ള അൽ കന്ദരി പറഞ്ഞു. 1990കളിൽ ഇത് 7%. 2050 ഏകദേശം 30%-ലെത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ 176 കിലോഗ്രാം കഞ്ചാവ് കടൽ വഴി കടത്തിയതിന് 5 ഇറാനികൾക്ക് വധശിക്ഷ. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഡ്രഗ് കൺട്രോൾ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റിലെയും കോസ്റ്റ് ഗാർഡിലെയും ഉദ്യോഗസ്ഥരാണ് ഇറാനികളെ അറസ്റ്റ് ചെയ്തത്. അവരെ പിന്നീട് പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്യുകയും അവിടെ അവർ ചോദ്യം ചെയ്യൽ മയക്കുമരുന്ന് കടത്തുകയായിരുന്നുവെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഈ വർഷത്തെ ഹജ്ജിന് കപ്പൽ മാർഗമുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘം ജിദ്ദ തുറമുഖം വഴിയെത്തി. സുഡാനിൽ നിന്നുള്ള കപ്പലിൽ 1407 ഹാജിമാരാണ് ഉണ്ടായിരുന്നത്. ഗതാഗത ലോജിസ്റ്റിക് സർവീസ് സഹമന്ത്രി അഹമ്മദ് അൽ ഹസൻ, സൗദി പോർട്ട് അതോറിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് മാസിൻ അൽ തുർക്കി എന്നിവരും ജിദ്ദ തുറമുഖത്ത് പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് തീർത്ഥാടകരെ സ്വീകരിച്ചു. ഈ വർഷത്തെ ഹജ്ജിനെത്തിയ ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ ജുമാ നമസ്കാരം ഇന്ന് നടന്നു. രാവിലെ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ മക്കയിൽ മസ്ജിദ് ഹറാം പള്ളിയിൽ തീർത്ഥാടകർ എത്തി സ്ഥലം പിടിച്ചിരുന്നു. മക്ക KMCC വോളണ്ടിയർമാർ വിവിധ ഗ്രൂപ്പുകളായി സഹായത്തിന് ഉണ്ടായിരുന്നു. കനത്ത ചൂടായതിനാൽ കുടിവെള്ളവും പാദരക്ഷകളും കുടയും KMCC വോളണ്ടിയർമാർ വിതരണം ചെയ്തു. ഈ വർഷത്തെ ഹജ്ജ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മക്കയിലെ മലയാളി നഴ്സുമാരുടെ കൂട്ടായ്മയായ മലയാളി നഴ്സസ് ഫോറം മക്ക സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ ഹജ്ജ് സെൽ നിലവിൽ വന്നു. ഹജ്ജ് സെൽ ചെയർമാനായി അബ്ദുൾ സാലിഖ്, കൺവീനർ ബുഷറുൽ ജംഹർ, ക്യാപ്റ്റൻ സെമീന സക്കീർ, കോർഡിനേറ്ററായി നിസാമിനെ തിരഞ്ഞെടുത്തു. മക്കയിലെ ഗവൺമെൻറ് സ്വകാര്യ ആശുപത്രികളിലായി ജോലി ചെയ്യുന്ന നഴ്സിംഗ് സമൂഹത്തിൻ്റെ സേവനം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് വലിയ രീതിയിൽ ആശ്വാസകരമാകും. സൗദിയിൽ കഴിഞ്ഞ വർഷം 1706 പേർ അവയവങ്ങൾ ദാനം ചെയ്തതായി സൗദി സെൻറ്റർ ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വെളിപ്പെടുത്തി. മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാൻ മുന്നോട്ട് വന്നവർ 5,40,000 ആളുകളാണെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. 2023 അപേക്ഷിച്ച് 4.9% വർധനവാണ് അവയവദാനത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ദുബായിൽ തൃശ്ശൂർ പൂരം നടത്തി ജനമനസ്സുകളിൽ ഇടം നേടിയ നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയോടെ 2025-26 പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സ്ഥാപക പ്രസിഡന്റ് രാജേഷ് മേനോന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലാണ് പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തത്. മൺമറഞ്ഞുപോയ അംഗങ്ങൾക്കും പഹൽഗാം ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു. പുതിയ ഭാരവാഹികളായി ദിനേശ് ബാബു, നിസാം അബ്ദു, വിമൽ കേശവൻ എന്നിവരടങ്ങുന്ന സമിതി തിരഞ്ഞെടുത്തു. UAE CSI സഭാ ഗായിക സംഘങ്ങളുടെ 19ാമത് കൊയർ ഫെസ്റ്റിവൽ ദുബായിൽ നടന്നു. CSI മലയാളം ഗായിക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള ഗായക സംഘങ്ങൾ പങ്കെടുത്തു. കൊയർ മാസ്റ്റർ ജൂബി എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ 250 പേരടങ്ങുന്ന സംയുക്ത ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു. ദുബായ് CSI ഇടവക വികാരി റവൻ രാജു ജേക്കബ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. റവറൻഡ് CY തോമസ് മുഖ്യ സന്ദേശം നൽകി. റവറൻഡ് സുനിൽ രാജ് ഫിലിപ്പ്, റവറൻഡ് ബിജു കുഞ്ഞമ്മൻ, റവറൻഡ് ചാൾസ് M ജെറിൻ, റവറൻഡ്
സോജി വി ജോൺ എന്നിവർ പങ്കെടുത്തു. അടുത്ത വർഷം അബുദാബി ഇടവകയിൽ നടത്തുവാൻ പോകുന്ന ക്വയർ ഫെസ്റ്റിന്റെ പ്രതീകമായ പതാക ജനറൽ കൺവീനർ അബുദാബി ഇടവക പ്രതിനിധിക്ക് കൈമാറി. കിഴക്കൻ ഹിമാലയത്തിലെ ദുരന്ത പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി സിക്കിം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അമൃത സർവകലാശാലയും ധാരണാപത്രം ഒപ്പുവെച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്ത സാധ്യതകൾ കുറയ്ക്കുന്നതിനൊപ്പം സുസ്ഥിര സമൂഹ വികസനം ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ഈ സഹകരണം. SSDMAയുടെ റിലീഫ് കമ്മീഷണർ കം സെക്രട്ടറി MD ഷെർപ്പയുടെ സാന്നിധ്യത്തിൽ SSDMA ഡയറക്ടർ പ്രഭാകർ റായ്, അമൃത WNA ഡയറക്ടർ പ്രോവോസ്റ്റ് ഡോക്ടർ മനിഷ വിനോദിനി രമേശ് എന്നിവർ ചേർന്നാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. 200-ലധികം സെൻസറുകൾ ഉപയോഗിച്ച് ശേഖരിക്കുന്ന വിവരങ്ങൾ ഫീൽഡ് മാനേജ്മെന്റ് സെന്ററിലും അമൃതയുടെ ഡേറ്റാ സെന്ററിലും വിശകലനം ചെയ്താണ് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. System has helped us to learn a lot about the challenges in the Sikkim. On May 10th, we are happy to announce that we have signed an MOU with Sikkim State Disaster Management on looking into different types of hazards which are happening in Sikkim, especially how we can build community resilience, how can we bring community empowerment, and also how can we develop large-scale monitoring systems which can monitor different disasters in Sikkim, including landslides, floods, and the multi-hazard scenarios. This particular landslide study was very much essential for the state, and with the installation of sensors at 10 locations, the Amrita University has been able to get all the details and the data whichever is required for an alert system which they have been generating and forwarding it to SSDMA at intervals. വിധി വില്ലനായപ്പോൾ പ്രദീപിന് നഷ്ടമായത് ജീവിതമാണ്. 41-ാം വയസ്സിൽ സംഭവിച്ച ബൈക്ക് അപകടം പ്രദീപിന്റെ ജീവിതത്തെ തലകീഴായി മറിച്ചു. പ്രദീപിന് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സുമനസ്സുകൾ കനിയണം. തിരുവനന്തപുരം കവടിയാറിലെ സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു പ്രദീപ്. 2022 മെയ് 4-ന് പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയുണ്ടായ അപകടം പ്രദീപിന്റെ ജീവിതത്തെ പാടെ ഉലച്ചു കളഞ്ഞു. എതിർദിശയിലെത്തിയ ലോറിയുടെ വെളിച്ചം കണ്ണിലേക്കടിച്ചു. ബൈക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്ക് റോഡിലെ കുഴിയിലേക്ക് വീണു. ഈ അപകടത്തിൽ സ്പൈനൽ കോഡ്, നട്ടെല്ല്, ഇടത്തേക്കാലിന്റെ തുട എന്നിവ തകർന്ന കിടപ്പിലാണ് വെള്ളനാട് ഭഗവതി നഗർ സ്വദേശിയായ പ്രദീപ്. പെട്ടെന്ന് ബൈക്ക് ഓടിച്ച് വന്ന് കയറിയതും ആ കുഴി കണ്ടതും വണ്ടി കുഴിയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി വെട്ടി തിരിച്ചു. അപ്പോൾ എതിർദിശയിൽ ഒരു ലോറി വന്ന് കയറി അതിൻ്റെ വെട്ടം കണ്ണിലടിച്ചു. പെട്ടെന്ന് മറിയാതിരിക്കാൻ വേണ്ടി ഞാൻ കാലൂന്നിയതും ആ കുഴിയുടെ സൈഡ് ഇടിഞ്ഞ് ഞാൻ കുഴിക്കകത്തോട്ട് വീഴുകയായിരുന്നു. അപ്പോഴേക്കും എൻ്റെ പൂർണ്ണമായും എൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കൈ കാലുകളൊന്നും അനങ്ങാത്തൊരവസ്ഥ. ഞങ്ങളൊരു പാവപ്പെട്ട വീടായതുകൊണ്ട് ഇവിടെ വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല. എൻ്റെ സെക്യൂരിറ്റി പണി ചെയ്താണ് ഈ വീട് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം ഈ വീഴ്ചയോടുകൂടി എല്ലാം പോയി. അമ്മ ഹാർട്ട് രോഗിയാണ്, അച്ഛൻ മരണപ്പെട്ടു. ജീവിക്കാൻ വേറെ വഴിയില്ല. ഒരു ഓപ്പറേഷൻ ചെയ്താൽ രക്ഷപ്പെടും എന്നാണ് ഇപ്പം ഡോക്ടർമാർ പറയുന്നത്. നാട്ടുകാരെല്ലാവരെയും ഒന്ന് സഹായിച്ച് എൻ്റെ അമ്മയും രക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ അമ്മയും കൈവഴിയല്ല, നല്ലവരായ നാട്ടുകാരെന്നെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അപകടശേഷം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. 3-ാം ദിവസം കണ്ണു തുറക്കുമ്പോൾ കൈകാലുകളുടെ ചലനശേഷി പ്രദീപിന് നഷ്ടമായിരുന്നു. നീണ്ട 1 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം കൈയുടെ ചലനശേഷി ഭാഗികമായി തിരിച്ചു കിട്ടി. പിതാവ് മരിച്ചതോടെ അമ്മയും പ്രദീപും മാത്രമായി. എനിക്ക് ഇവനായിട്ടിട്ട് ഒന്നിനും പോകാൻ പറ്റൂല. 3 വർഷമായി ഞങ്ങൾ എന്തെങ്കിലും ജോലിക്ക് അങ്ങോട്ട് ഞാൻ അവനെ പോയി. അവന് കിടപ്പായതുകൊണ്ട് എനിക്കും പോകാൻ പറ്റൂല. ഇതുവരെയും ഇവനെ കാണാൻ വരുന്നവരും നാട്ടുകാരും ഒക്കെ കൂടെയാണ് എന്തെങ്കിലുമൊക്കെ തന്നാണ് ഞങ്ങൾ ഇതുവരെ ജീവിച്ചുകൊണ്ട് പോകുന്നത്. സ്പൈനൽ കോഡിന്റെ ശസ്ത്രക്രിയ നടത്തിയാൽ പ്രദീപിനെ എഴുന്നേറ്റ് നടക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ അതിന് 9 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. നിങ്ങൾ നൽകുന്ന ഒരു ചെറിയ സഹായം പോലും പ്രദീപിന്റെ ജീവിതത്തിന് വെളിച്ചമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി കായിക വാർത്തകൾ നോക്കാം. മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്കില്ല. സ്പോൺസർമാർ പിന്മാറിയതാണ് പ്രധാന കാരണം. ടീമിൻ്റെ ഈ വർഷത്തെ സൗഹൃദ മത്സരങ്ങളിൽ ഇന്ത്യ സന്ദർശനം ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇതോടെ അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരും വെട്ടിലായി. അർജന്റീന ടീമിൻ്റെ കേരളത്തിലേക്കുള്ള വരവ് റദ്ദാക്കിയതിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് നിരാശയാണ്. ലയണൽ മെസ്സി അടക്കമുള്ള താരങ്ങൾ കേരളത്തിൽ കളിക്കാൻ എത്തില്ല.
സ്പോൺസർമാർ പിന്മാറിയതാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത്. സംഘാടകരും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുണ്ടാക്കിയ ധാരണപ്രകാരമുള്ള തീയതി കഴിഞ്ഞ് 3 മാസത്തോളം പിന്നിട്ടിട്ടും സ്പോൺസർമാർ കരാർ തുക അടച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഇതേ തുടർന്ന് നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. ഒക്ടോബറിൽ മെസ്സി കേരളത്തിലെത്തുമെന്നാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നേരത്തെ അറിയിച്ചിരുന്നത്. HSBC പ്രധാന സ്പോൺസർമാരായി എത്തിയെന്നായിരുന്നു മന്ത്രി വ്യക്തമാക്കിയിരുന്നത്. അതേസമയം അർജന്റീന ടീമിന്റെ ഈ വർഷത്തെ സൗഹൃദ മത്സരങ്ങളിൽ തീരുമാനമായെന്ന് റിപ്പോർട്ട് പുറത്തുവന്നു. അർജന്റീന ഫുട്ബോൾ ടീം ഈ വർഷം ഇന്ത്യയിലേക്കില്ലെന്ന് ഉറപ്പായി. ഇതോടെ സംസ്ഥാന സർക്കാരും വെട്ടിലായി. 2 സൗഹൃദ മത്സരങ്ങളിൽ അർജന്റീന പങ്കെടുക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഒക്ടോബറിൽ ചൈനയിലാണ് 2 മത്സരങ്ങൾ അർജന്റീന കളിക്കുക. ഒരു മത്സരത്തിൽ ചൈന എതിരാളികളാകും. നവംബറിൽ ആഫ്രിക്കയിലും ഖത്തറിലും അർജന്റീന കളിക്കും. ലോകകപ്പ് തയ്യാറെടുപ്പ് എന്ന നിലയിലാണ് ദേശീയ ടീം സൗഹൃദ മത്സരങ്ങൾക്ക് പുറപ്പെടുന്നത്. 2011 ഇതിനു മുമ്പ് അർജന്റീന ഇന്ത്യയിലെത്തിയത്. മെസ്സിയുടെ നേതൃത്വത്തിലിറങ്ങിയ ടീം കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെനസ്വേലയെയാണ് നേരിട്ടത്. അന്ന് അർജന്റീന ഏകപക്ഷീയമായ 1 ഗോളിന് ജയിച്ചിരുന്നു. സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ്ബ് ലൈസൻസിനുള്ള അനുമതി തള്ളി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഹോം ഗ്രൗണ്ടായ കലൂർ സ്റ്റേഡിയത്തിന് മതിയായ സുരക്ഷയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 2025-26 ലൈസൻസ് പുതുക്കി നൽകാതിരിക്കുന്നത്. ക്ലബ്ബ് ലൈസൻസ് ലഭിക്കാതിരുന്നാൽ ISLM AFC ടൂർണമെൻറ്റുകളും ടീമുകൾക്ക് മത്സരിക്കാൻ സാധിക്കില്ല. പരിഹാരത്തിനായി അധികൃതരുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് ബ്ലാസ്റ്റേഴ്സ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.